അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നാം പ്രവേശിക്കുന്നത് പരിശുദ്ധ റമളാനിലേക്കാണ്. ശക്തമായ ഈ ചൂടുള്ള പകലുകളിൽ ഒരു കുളിർമഴ പോലെ നന്മകളുടെ വസന്തകാലമായ പരിശുദ്ധ റമളാൻ ഓരോ വിശ്വാസികളുടെയും ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് റമളാൻ നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുട്ടിക്കാലം മുതൽ പരിശുദ്ധ റമളാനിൻ്റെ വൃദ്ധക്കാലം വല്ലാത്ത മധുരമുള്ള ഓർമ്മകളോടുകൂടിയാണ് പരിശുദ്ധ റമളാനിൻ്റെ നോമ്പ് നാം നോൽക്കുന്നത്. എന്നാൽ നാം ചിന്തിക്കേണ്ടത്, പരിശുദ്ധ റമളാൻ ഒരു വെളിപ്പാടകലെ നമ്മുടെ മുന്നിലേക്ക് വന്നു നിൽക്കുന്നതിനു മുമ്പ് ഒരു വിശ്വാസി അയാളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ റമളാനിൽ നിന്ന് എന്ത് ദുഷിച്ച സ്വഭാവങ്ങളാണ് എന്നിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞത്? പലപ്പോഴും പല സഹോദരങ്ങളും അവരുടെ സംസാരത്തിൽ പറയാറുണ്ട്, ഞാനൊരു 22-ാമത്തെ വയസ്സിലാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനുമായി അടുത്തതിന് ശേഷം 5 നേരത്തെ നമസ്കാരം ഞാൻ കൃത്യമായി അനുഷ്ഠിക്കാൻ തുടങ്ങിയത്. മദ്യപാനത്തിൻ്റെയും ലഹരിയുടെയും അടിമയായിരുന്നു. അതിൽ നിന്നെനിക്ക് മാറാൻ കഴിഞ്ഞത്. എന്നാൽ നാം ആലോചിക്കേണ്ടത്, ഈ കഴിഞ്ഞുപോയ പരിശുദ്ധ റമളാനിൻ്റെ ഈ വ്രതക്കാലം എന്തെല്ലാം തിന്മകളിൽ നിന്നാണ്, എന്തെല്ലാം പൈശാചികതകളിൽ നിന്നാണ് നമുക്ക് ഒരു മാറ്റവും മുക്തിയും ഉണ്ടാക്കാൻ കഴിഞ്ഞത്? പരിശുദ്ധ റമളാനിൻ്റെ ലക്ഷ്യമെന്താണ്? നാം അനുഷ്ഠിക്കുന്ന 5 നേരത്തെ നമസ്കാരത്തിൻ്റെ അകക്കാമ്പ് എന്താണ്? നമ്മുടെ ധനത്തിൽ നിന്ന് കണക്കുകൂട്ടി നാം നൽകുന്ന സക്കാത്തിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്താണ്? 6-7 ലക്ഷം രൂപ മുടക്കി അള്ളാഹുവിൻ്റെ വിശുദ്ധമായ മന്ദിരത്തിലേക്ക് ഹജ്ജിന് പോകുന്ന ഒരു ളുയൂഫുർ റഹ്മാൻ ചെയ്യുന്ന ഹജ്ജിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്താണ്? ഈ കർമ്മങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത് റബ്ബിനു വേണ്ടിയിട്ടല്ല. നാം ഇതൊക്കെ പ്രവർത്തിക്കുന്നത് റബ്ബിനു വേണ്ടിയാണ് എന്ന് പറയുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സ്വമദാണ്, അവൻ നിരാശ്രയനാണ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവിതത്തിലെ എല്ലാ തെറ്റായ കാര്യങ്ങളിൽ നിന്നും മാറി, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മാറി ഒരു നല്ല മനുഷ്യനായി മാറുക, ഒരു നല്ല വിശ്വാസിയായി മാറുക, പൊതുസമൂഹത്തിനും ബഹുസ്വര സമൂഹത്തിനും ഒരു നന്മയുടെ പ്രതീകമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു ആൾ രൂപമായി, വിശുദ്ധ ഖുർആനിൻ്റെ പതിപ്പുകളായി നമ്മളൊക്കെയും മാറേണ്ടതുണ്ട്. അതാണ് പരിശുദ്ധ റമളാനാണെങ്കിലും നമസ്കാരമാണെങ്കിലും സക്കാത്താണെങ്കിലും ഹജ്ജാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ ഈ കർമ്മങ്ങളുടെ പിന്നിലെ ലക്ഷ്യം. നാം നമ്മുടെ വീട്ടിൽ പാതിരാവുകളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ, രാത്രിയിൽ ഇരുട്ടിൻ്റെ മയത്തോടുകൂടി വുളൂ ചെയ്ത് നമസ്കരിക്കുമ്പോൾ നമ്മുടെ ചെറിയ മകൻ കാണുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, ഉമ്മ അല്ലെങ്കിൽ ഉപ്പ, 5 നേരം ബാങ്ക് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നമസ്കരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. വഅഖിമിസ്സലാത ലിദിക്രി, അള്ളാഹുവിനെ കുറിച്ചുള്ള, റബ്ബിനെ കുറിച്ചുള്ള ഒരു ദൈവബോധം, പൈശാചികതകളിൽ നിന്ന് മാറി നിൽക്കുന്ന, തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന, മറ്റൊരു സഹോദരൻ്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന, കുടുംബ ബന്ധങ്ങൾ പിച്ചി ചീന്തുന്ന, അരുതായ്മയിലൂടെ നാവിനെ കടിഞ്ഞാണിടാതെ ഉരുവിട്ട് ബന്ധങ്ങൾ തകർത്തുകളയുന്ന, അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആർത്തി പൂണ്ട ധനത്തോടുള്ള പ്രേമത്തിൽ നിന്ന്, ധനത്തോടുള്ള ഇഷ്ടത്തിൽ നിന്ന്, കൈക്കൂലിയിൽ നിന്ന്, എല്ലാവിധമായ അവിഹിത സമ്പാദ്യങ്ങളിൽ നിന്നും അവിഹിത ബന്ധങ്ങളിൽ നിന്നും മനുഷ്യരുടെ മനസ്സുകളെ ഒരു നന്മയുടെ പ്രതീകമായി, ഒരു നന്മയുടെ രൂപമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നമസ്കാരവും ഈ നോമ്പും ഈ സക്കാത്തുമൊക്കെ
നാം അനുഷ്ഠിക്കുന്നത്. നോമ്പിനെക്കുറിച്ച് നാം എന്താണ് മനസ്സിലാക്കിയത്? നോമ്പും അതുതന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ്സിയാം, നോമ്പ് നിങ്ങളുടെ മേൽ ഫർളാക്കിയിരിക്കുന്നു, നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പൂർവിക സമൂഹത്തിൻ്റെ മേലും പരിശുദ്ധ റമദാനിൻ്റെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ നോമ്പിൻ്റെ പിന്നിലെ അകക്കാമ്പ്? എന്താണ് ഈ നോമ്പിൻ്റെ പിന്നിലെ ലക്ഷ്യം? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവുക, നിങ്ങൾ ദൈവബോധമുള്ളവരാവുക, എവിടെയും റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധനവുമുള്ളവരാവുക, അള്ളാഹുവിന് വേണ്ടിയിട്ട് റബ്ബിനു വേണ്ടിയിട്ട് നോമ്പെടുക്കുന്നവരാവുക. പരിശുദ്ധമായ മറ്റൊരു കർമ്മമാണ് സക്കാത്ത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന സക്കാത്ത് കണക്ക് കൂട്ടിയിട്ട് 10 ലക്ഷം രൂപ മറ്റൊരു സക്കാത്ത് ഫണ്ടിലേക്ക് അയാൾ നിക്ഷേപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ നിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ, അങ്ങനെ അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു നിയമപാലകരും ഒരു സർക്കാരും നമ്മളോട് ചോദിക്കില്ല. പക്ഷേ കണക്കുകൂട്ടി കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യവും തുതഹിറുഹും വതുസക്കീഹിം, ധനത്തെ ശുദ്ധീകരിക്കുകയാണ്, ഒരു വിശ്വാസിയുടെ ബാധ്യത നിർവഹിക്കുകയാണ്. ഏതോ ഒരു സഹോദരൻ മെഡിക്കൽ ഷോപ്പിലേക്ക് പോയിട്ട് തൻ്റെ മെഡിക്കൽ ചീട്ട് കാണിച്ചിട്ട് ഇതിനെത്രയാകുമെന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാൻ നിവർത്തിയില്ലാത്ത തൻ്റെ സഹോദരനിലേക്ക്, അപരനിലേക്ക് നേരിട്ടല്ലാതെ മറ്റൊരാളുടെ സഹായം മുഖേന അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഏതേത് കർമ്മങ്ങളും. ഇനി ഹജ്ജാണെങ്കിലോ, ഒരു വിശ്വാസി പരിശുദ്ധമായ ഹജ്ജ് കർമ്മങ്ങൾ കഴിഞ്ഞു മടങ്ങി വരുന്നതോടുകൂടി ഒരു നവജാത ശിശുവിൻ്റെ വിശുദ്ധിയോടുകൂടിയിട്ടാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം കഴിഞ്ഞു മടങ്ങി വരുന്നത്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, അത് നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും ഹജ്ജാണെങ്കിലും ശുദ്ധീകരണമാണ്. പരിശുദ്ധ റമദാൻ നമ്മുടെ അകക്കാമ്പിനെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഹന്തയുടെ, അഹങ്കാരത്തിൻ്റെ, പൊങ്ങച്ചത്തിൻ്റെ, ഞാനെന്ന ഭാവത്തിൻ്റെ, എന്തൊക്കെയോ ഞാനാണെന്ന ചിന്തകളെ തട്ടിമാറ്റി ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹുവിന് വേണ്ടിയിട്ട് ഈ ചൂടുള്ള പകലുകളിൽ ഞാൻ നോമ്പനുഷ്ഠിക്കുന്നത്, നാളെ കത്തിക്കാളുന്ന മഹിഷറയുടെ ആ ശക്തമായ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലും എൻ്റെ റബ്ബെന്നെ പരിഗണിക്കണം, എൻ്റെ റബ്ബിൻ്റെ പ്രീതിയും തൃപ്തിയും ഉണ്ടാകണമെന്ന ആ വല്ലാത്ത ആശയോടെയും ആകാംക്ഷയോടും കൂടിയിട്ടാണ് ഓരോ സത്യവിശ്വാസികളും പരിശുദ്ധമായ റമദാനിലെ നോമ്പനുഷ്ഠിക്കുന്നത്. എന്നാൽ ഈ നോമ്പിൻ്റെ പിന്നിലെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്, റബ്ബിൻ്റെ പൊരുത്തമാണ്. നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും അശ്രദ്ധയോടെ ആലസ്യത്തോടു കൂടിയിട്ടല്ല സഹോദരങ്ങളെ. നാം ഒരു സുഹൃത്തുമായി ഫോണിലൂടെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അയാളുമായി സംസാരിക്കുമ്പോൾ എത്ര ശ്രദ്ധയോടെ, എത്ര ശ്രദ്ധയോടെയാണ് നാം അവരോട് സംസാരിക്കുന്നത്. എന്നാൽ ഞാൻ നമസ്കരിച്ച എൻ്റെ ളുഹർ നമസ്കാരം, എൻ്റെ സുബഹി നമസ്കാരം നമ്മുടെ മനസ്സത്രത്തോളം അവിടെ അതിലേക്ക് കൊടുത്തു. ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുന്നിലായിരുന്നുള്ള ബോധമനസ്സോടു കൂടിയിട്ടായിരുന്നു നാം നമസ്കരിച്ചിരുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് പരിശുദ്ധ റമദാൻ വരുന്നതിന് മുമ്പ് മൊത്തം അടുക്കും ചിട്ടയോടും കൂടി നമ്മുടെ സ്വഭാവത്തിലും ജീവിതത്തിലും രീതിയിലും പെരുമാറ്റത്തിലും ഒരു പുതിയ മാറ്റം സംവിധാനിച്ച് ഈ പരിശുദ്ധ റമദാൻ മൊത്തത്തിൽ നമ്മെ ശുദ്ധീകരിക്കുന്ന, നമ്മെ ഒരു പുതിയ ആത്മചൈതന്യത്തിലേക്ക്, ഒരു അകക്കാമ്പുള്ള മൂല്യവത്തായ ഒരു നോമ്പുകാരനായി മാറുന്ന വിശ്വാസിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.